Hello friends, welcome to Electron College. We discuss synchronous machines. Synchronous machine അടുത്തൊരു ടോപ്പിക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ DC മെഷീനിലൊക്കെ പറയുന്ന പോലെ തന്നെ ഇവിടെയും ആർമേച്ചർ റിയാക്ഷൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആർമേച്ചർ റിയാക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ ലോഡ് വെക്കുമ്പോൾ നമ്മൾ ഓൾട്ടർനേറ്ററിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും ഫേസർ ഡയഗ്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങളുമാണ് പറയാൻ വേണ്ടിയുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് നോക്കാം. ആർമേച്ചർ റിയാക്ഷൻ. ഓക്കെ, ആർമേച്ചർ റിയാക്ഷൻ ആക്ച്വലി നമ്മൾ പറയുമ്പോൾ ഈ ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ഫ്ലക്സുകളുണ്ട്. അതായത് വി ആർ ഹാവിങ് ആർമേച്ചർ ഫ്ലക്സും അതുപോലെ തന്നെ മെയിൻ ഫീൽഡ് ഫ്ലക്സും. അപ്പോൾ ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് is the effect of armature flux on main field flux. Okay, ഈ ആർമേച്ചർ ഫ്ലക്സിൻ്റെ എഫക്റ്റ് ഓൺ യുവർ മെയിൻ ഫീൽഡ് ഫ്ലക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ ആർമേച്ചർ റിയാക്ഷൻ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ലോഡ്. ഏത് ടൈപ്പ് ലോഡാണ് കണക്ട് ചെയ്യുന്നതിനൊക്കെ അനുസരിച്ചാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ലോഡ് ആൻഡ് ലോഡ് പവർ ഫാക്ടർ. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ലോഡ് പവർ ഫാക്ടറിനെയാണ് ആർമേച്ചർ റിയാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം, നമ്മുടെ കയ്യിലുള്ള കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ലോഡുകളാണ് ഏതൊക്കെ. നമ്മൾ ആർ ലോഡ് അല്ലേ, അതുപോലെ എൽ ലോഡ്, അല്ലെ സി ലോഡ്, ആർ എൽ ലോഡ്, ആർ സി ലോഡ്, അങ്ങനത്തെ ലോഡുകളിലെ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ആർമേച്ചർ റിയാക്ഷനിലെ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് നമ്മളുടെ യൂണിറ്റി പവർ ഫാക്ടർ എന്ന് പറയുന്ന സെക്ഷൻ. അപ്പോൾ യൂണിറ്റി പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ ലോഡ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്, ആ യൂണിറ്റി പവർ ഫാക്ടറിൽ പ്യുവർ ആർ ലോഡാണ്. ഓക്കെ, നമുക്ക് ആർ ലോഡ്, പ്യുവർലി ഉള്ള ആർ ലോഡാണ് കിട്ടുന്നത്. അപ്പോൾ ഈ പ്യുവർലി ഉള്ള ആർ ലോഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ രണ്ട് ഫ്ലക്സ്, ഇതിൻ്റെ രണ്ടിന് ഫ്ലക്സിൻ്റെ റിലേഷനാണ് ഈ പറയുന്നത്. 5A-നും 5M-ൻ്റെയും കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഈ യൂണിറ്റി പവർ ഫാക്ടർ ലോഡിൽ നമ്മൾ ഈ രണ്ട് ഫ്ലക്സുകൾ ഉണ്ടല്ലോ, ഈ രണ്ട് ഫ്ലക്സുകൾ ഇത് നമ്മളുടെ 5A ആണെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും നമ്മളുടെ 5M പോകുന്നത്. ഓക്കെ, അപ്പോൾ 5A ഈ ഡയറക്ഷനിലും 5M ഈ ഡയറക്ഷനിലും. അതുപോലെ ഇതിൻ്റെ ഫേസർ ഡയഗ്രാം ഇങ്ങനെയാണ്. ഓക്കെ, IA ഇങ്ങനെ, 5M ഇങ്ങനെ, 5A ഇങ്ങനെ, 5M ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവും നമുക്ക് ഇത് എന്താണ്, പ്യുവർ ആർ ലോഡാണ്, അതായത് യൂണിറ്റി പവർ ഫാക്ടറാണ്. അതായത് നമ്മളുടെ ആർമേച്ചർ ഫ്ലക്സ്, അതായത് 5A ഈസ് ഇൻ ക്വാഡ്രാച്ചർ വിത്ത് 5M അല്ലേ, 5A ഈസ് ഇൻ ക്വാഡ്രാച്ചർ വിത്ത് 5M. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ എയർ ഗ്യാപ്പ് ഫ്ലക്സ് എന്ന് പറയുന്നത്, അവർ എയർ ഗ്യാപ്പ് ഫ്ലക്സ് വിൽ ബി ഡിസ്റ്റോർട്ടഡ് എയർ ഗ്യാപ്പ് ഫ്ലക്സ് ആണ് കിട്ടുക. ആൻഡ് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് പ്യുവർലി ക്രോസ് മാഗ്നറ്റൈസേഷൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പഠിക്കേണ്ട പോയിന്റ്സ്. ജസ്റ്റ് ഇത് പഠിച്ചാൽ മതി. അതായത് ഈ പ്യുവർലി ക്രോസ് മാഗ്നറ്റൈസേഷൻ എന്ന ടേമാണ് പഠിക്കേണ്ടത്. അത് നമ്മളെ 5A-യും 5M-ഉം എന്താണ്, ക്വാഡ്രാച്ചർ ആയിട്ടാണ്. ഇപ്പോൾ ഇതിൻ്റെ ഫേസ് ഡയഗ്രമൊക്കെ വരച്ച് ഒരുപാട് പഠിക്കാനുണ്ട്, പക്ഷെ അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് പ്യുവർലി ക്രോസ് മാഗ്നറ്റൈസേഷൻ. ഇനി അടുത്തത് യൂണിറ്റി പവർ ഫാക്ടർ ലോഡ്. ഇനി നമ്മൾ പഠിക്കുന്നത് അടുത്തത് സീറോ പവർ ഫാക്ടർ ലാഗ്. ഓക്കെ, സീറോ പവർ ഫാക്ടർ ലാഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ലാഗിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയണം അത് എന്ത് ലോഡായിരിക്കും. ഇറ്റ് വിൽ ബി എ പ്യുവർ ഇൻഡക്റ്റീവ് ലോഡായിരിക്കും. ഓക്കെ, ഈ ലാഗിങ്ങിൻ്റെ കേസിൽ എപ്പോഴും ഓർക്കുക, കറണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാഗ് ചെയ്യുന്നത്. ഓക്കെ, കറണ്ട് ലാഗ്സ് എന്നാണ് പറയുക. അപ്പോൾ കറണ്ട് ലാഗ്സ് നമ്മുടെ വോൾട്ടേജ് എന്നാണ് നമ്മൾ പറയുക സാധാരണ. ഓക്കെ, അപ്പം എപ്പോഴും ഈ ലാഗ് എന്നുള്ള കേസ് ഓർക്കുമ്പോൾ അത് ഇൻഡക്റ്റീവ് ലോഡാണെന്ന് പറയുന്നത്, കറണ്ടാണ് എന്ത് ചെയ്യുന്നത്, ലാഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതൊരു ഫേസർ പോലെ നമ്മളിങ്ങനെ വരക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് E
ഇതെന്താണ് IA, ഇത് അപ്പോൾ ഇതിലുള്ള ഫ്ലക്സ് φA 90 ഡിഗ്രി ആണല്ലോ. സോ ഇറ്റ് വിൽ ബി φM. അപ്പോൾ നമ്മൾ ഇത് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ φA എന്ന് പറയുന്നത് φA വിൽ ഒപ്പോസ് എന്താണ് നമ്മൾ മെയിൻ ഫീൽഡ് ഫ്ലക്സ് φM അല്ലേ. φA എന്ത് ചെയ്യുന്നു, φMനെ ഒപ്പോസ് ചെയ്യുന്നു. അങ്ങനെ φMനെ ഒപ്പോസ് ചെയ്യുന്നു നമ്മൾ റിസൾട്ടൻ്റ് ഫ്ലക്സ് ചെയ്തോന്ന് വിചാരിക്കും. അപ്പോൾ റിസൾട്ടൻ്റ് ഫ്ലക്സ് φ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇത് രണ്ട് ഡിഫറൻസ് ആയിരിക്കും. φM മൈനസ് φA ആണ്, ശരിയല്ലേ. അങ്ങനെ ഫ്ലക്സിൻ്റെ ഒരു റിഡക്ഷൻ നടക്കുവാണെങ്കിൽ അവിടുത്തെ നമ്മളൊരു കൺക്ലൂഷനാണിത്. അപ്പോൾ ഈ കൺക്ലൂഷനാണ് പഠിക്കേണ്ടത്. ഫ്ലക്സിൻ്റെ റിഡക്ഷനാണ് നടക്കുന്നതെങ്കിൽ നമ്മളെ ടെർമിനൽ വോൾട്ടേജ് എന്ത് സംഭവിക്കുന്നു എന്നറിയണം. ഫ്ലക്സിൻ്റെ റിഡക്ഷൻ നടക്കുകയാണെങ്കിൽ ടെർമിനൽ വോൾട്ടേജ് വിൽ ഡിക്രീസ്. ക്ലിയർ? ഫ്ലക്സ് റിഡക്ഷൻ നടക്കുമ്പോൾ ടെർമിനൽ വോൾട്ടേജ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അങ്ങനെ ടെർമിനൽ വോൾട്ടേജ് കുറയുന്നു, ഫ്ലക്സ് കുറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഫിനോമിനനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഇറ്റ് ഈസ് പ്യുവർലി ഡീമാഗ്നറ്റൈസേഷൻ. ക്ലിയർ? അപ്പോൾ ഇതാണ് അറിയേണ്ട വേർഡ്. ടെർമിനൽ വോൾട്ടേജ് കുറയും, ഫ്ലക്സ് കുറയും, അതുപോലെ തന്നെ അവിടുത്തെ ഫിനോമിനനെ വിളിക്കുന്നതാണ് പ്യുവർലി ഡീമാഗ്നറ്റൈസേഷൻ. ഇങ്ങനെ ടെർമിനൽ വോൾട്ടേജ് കുറയുന്ന ഒരു സാധനത്തിനെ ടെർമിനൽ വോൾട്ടേജ് കുറയുന്ന, അതായത് നമ്മൾ ലാഗിങ് പവർ ഫാക്ടറിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടെർമിനൽ വോൾട്ടേജ് കുറയുന്നു. ഈ ടെർമിനൽ വോൾട്ടേജ് കുറയുന്ന ലാഗിങ് PFനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഓൾട്ടർനേറ്ററിനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വി ഹാവ് ടു മേക്ക് അവർ ഓൾട്ടർനേറ്റർ ഓവർ എക്സൈറ്റേഷൻ നടത്തണം, അല്ലെങ്കിൽ ഓവർ എക്സൈറ്റഡ് ആക്കിയാൽ മാത്രമേ ഈ വോൾട്ടേജ് ഡിക്രീസിനെ നമുക്ക് കുറയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓവർ എക്സൈറ്റഡ് ആക്കണം, എന്നാലേ നമുക്ക് ടെർമിനൽ വോൾട്ടേജിൻ്റെ ഡിക്രീസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതാണ് അടുത്ത പോയിന്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത ഏതാണ്, സീറോ പവർ ഫാക്ടർ ലീഡ്. അതായത് എന്ത് ലോഡാണെങ്കിൽ ഇറ്റ് വിൽ ബി പ്യുവർ കപ്പാസിറ്റീവ് ലോഡായിരിക്കും. അത് പ്യുവർ കപ്പാസിറ്റീവ് ലോഡ്. ഓക്കെ, അപ്പോൾ പ്യുവർ കപ്പാസിറ്റീവ് ലോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് φA, ഇതെന്താണ് φM, ഇത് IA. ഓക്കെ, ഇവിടെ φM വിൽ ബി ഇൻ ഫേസ് വിത്ത് φA. ഓക്കെ, φMഉം φAയും ഇൻ ഫേസ് ആണ്. അങ്ങനെ പറയുവാണെങ്കിൽ നമ്മൾ ടോട്ടൽ ആർമേച്ചർ ഫ്ലക്സ് എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ആർമേച്ചർ ഫ്ലക്സ് വിൽ ആഡ് അപ്പ്, അല്ലെങ്കിൽ വിൽ എയ്ഡ് ദ ഫീൽഡ് ഫ്ലക്സ്. ഓക്കെ, നമ്മളെ ഫീൽഡ് ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ വിൽ ആഡ് ദ ഫീൽഡ് ഫ്ലക്സ് ആൻഡ് ദർ വിൽ ബി എ കോസിങ് എ റിസൾട്ടൻ്റ് ഫ്ലക്സ് എന്തായിരിക്കും ഉണ്ടാവുക, ഇറ്റ് വിൽ ബി φA പ്ലസ് φM. അല്ല, നേരത്തെ എന്തായിരുന്നു, φM മൈനസ് φ ആയിരുന്നു. ഇവിടെ φA പ്ലസ് φM ഉണ്ടാവും. അതായത് ഇവിടുത്തെ റിസൾട്ടൻ്റ് ഫ്ലക്സ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ റിസൾട്ടൻ്റ് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ടെർമിനൽ വോൾട്ടേജിന് എന്താണ് സംഭവിക്കുന്നത്, യുവർ ടെർമിനൽ വോൾട്ടേജ് വിൽ ഓൾസോ ഇൻക്രീസ്, അല്ലേ. അങ്ങനെ ടെർമിനൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാം വി ആർ ബി ഹാവിങ് പ്യുവർലി മാഗ്നറ്റൈസേഷൻ. ഫ്ലക്സ് കൂടുവാണ്, അപ്പോൾ പ്യുവർലി മാഗ്നറ്റൈസേഷൻ. ഇവിടുത്തെ പ്രത്യേകത എന്തായിരുന്നു, ടെർമിനൽ വോൾട്ടേജ് കുറയുന്നു, അപ്പോൾ പ്യുവർലി എന്താണ് ഡീമാഗ്നറ്റൈസ് ചെയ്യണം, അതായത് ഫ്ലക്സ് കുറയുകയാണ് ചെയ്യുന്നത്, അല്ലേ. അപ്പോൾ ഇങ്ങനെ പ്യുവർലി മാഗ്നറ്റൈസേഷനുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് എക്സൈറ്റേഷൻ സപ്ലൈ ചെയ്യേണ്ടി വരും, നമുക്കിതൊന്ന് ടെർമിനൽ വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വി ഹാവ് ടു സപ്ലൈ, നമ്മുടെ ടെർമിനൽ വോൾട്ടേജിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വി ഹാവ് ടു സപ്ലൈ എന്ത് എക്സൈറ്റേഷൻ, അണ്ടർ എക്സൈറ്റേഷൻ ചെയ്തിട്ട് നമുക്ക് അതിന് എന്ത് ചെയ്യേണ്ടി വരും, മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞു, സീറോ പവർ ഫാക്ടർ ലീഡിങ് കഴിഞ്ഞു. ഇനി അടുത്തത് ലാഗിങ് പവർ ഫാക്ടർ. ഓക്കെ, ലാഗിങ് പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ ലോഡ് ഏതാണ്, RL ആണ് വരിക, അതാണല്ലോ ലാഗിങ്, RL അല്ലേ. അപ്പോൾ ഈ RLൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഒരു വേവ് ഫോം പോലെ വരക്കുകയാണെങ്കിൽ നമ്മൾ ഇത് ഇയും ഇതെന്താണെന്ന് വെച്ചാൽ ഇത് φAC ഒരു പുതിയ കമ്പോണൻ്റാണ്. കമ്പോണൻ്റ് ഞാൻ ഇപ്പോൾ പറയാം. നമ്മൾ IA φA, D ആക്സിസ് φM. ഓക്കെ,
അതായത് നമ്മൾ φAC എന്ന് പറയുന്ന സാധനം എന്താ വെച്ചാൽ ക്രോസ് മാഗ്നറ്റൈസിങ് കമ്പോണൻ്റ് ആണ്. ഇനി φAD എന്ന് പറയുന്ന സാധനം ഡീമാഗ്നറ്റൈസേഷൻ കമ്പോണൻ്റ് ആണ്. അപ്പോൾ φAC ക്രോസ് മാഗ്നറ്റൈസേഷൻ കമ്പോണൻറ്റും φAD എന്ന് വെച്ചാൽ ഡീമാഗ്നറ്റൈസേഷൻ കമ്പോണൻറ്റും ആണ്. അപ്പോൾ നമ്മൾക്ക് മൊത്തത്തിലുള്ള ഫ്ലക്സിൻ്റെ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള മാഗ്നറ്റൈസേഷൻ്റെ ഫിനോമിനൻ എന്താ വരിക? മൊത്തത്തിലുള്ള ഫിനോമിനൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി പാർഷ്യലി, രണ്ട് ഫിനോമിനനും കാണിക്കും അല്ലേ? പാർഷ്യലി ക്രോസ് മാഗ്നറ്റൈസേഷൻ ആൻഡ് പാർഷ്യലി എന്തായിരിക്കും? ഡീമാഗ്നറ്റൈസേഷൻ ആണ് നമുക്കൊരു ഫിനോമിനനായിട്ട് കാണിക്കുക. ഓക്കെ, അപ്പോൾ പാർഷ്യലി ക്രോസ് മാഗ്നറ്റൈസേഷൻ ആയിരിക്കും, അറ്റ് ദ സെയിം ടൈം പാർഷ്യലി എന്തായിരിക്കും? ഡീമാഗ്നറ്റൈസേഷൻ ആയിരിക്കും. അത് ഏത് ലോഡ്? RL ലോഡിൽ അല്ലേ? ഇനി ഇതേപോലെ തന്നെ നമ്മൾ RC ലോഡ് എടുക്കും. അപ്പോൾ നമ്മളുടെ ലീഡിങ് ഏത് പവർ ഫാക്ടർ വരിക? ലീഡിങ് പവർ ഫാക്ടർ ലോഡ്. അതായത് നമ്മൾ ഏത് ലോഡ്? RC ലോഡ്. കപ്പാസിറ്റർ ലോഡ് യൂസ് ചെയ്താണല്ലോ ലീഡിങ് നടക്കുക. അപ്പോൾ RC ലോഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ സെയിം എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ അവിടുത്തെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മളുടെ എന്ത്? IA അല്ലേ? അപ്പോൾ ഇത് നമ്മളുടെ φAC ആണെങ്കിൽ ഇത് φA, ഇതാണ് φAM, ഇത് DA ആക്സിസ്, ഇവിടെയാണ് φM. ഓക്കെ, ഫേസർ ഡയഗ്രാം നിങ്ങൾ നോക്കണ്ട. അപ്പം ഈ φAC എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? ക്രോസ് മാഗ്നറ്റൈസിങ് കമ്പോണൻ്റ് ആണ് അല്ലേ? പക്ഷെ φAM എന്തായിരിക്കും? മാഗ്നറ്റൈസേഷൻ കമ്പോണൻ്റ് ആയിരിക്കും. ശരി, നമ്മൾ നേരത്തെ ഇവിടെ എന്തായിരുന്നു? φAD ആയിരുന്നു. ഇതെന്തായിരുന്നു? ഡീമാഗ്നറ്റൈസേഷൻ കമ്പോണൻ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ആരുണ്ട്? ഇവിടെ മാഗ്നറ്റൈസേഷൻ കമ്പോണൻറ്റും വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടുത്തെ ടെർമിനോളജികൾ എന്തൊക്കെയാണ് വരിക? ഇറ്റ് വിൽ ബി പാർഷ്യലി എന്തായിരിക്കും? പാർഷ്യലി ക്രോസ് മാഗ്നറ്റൈസേഷൻ ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം ഇറ്റ് വിൽ ബി പാർഷ്യലി എന്തായിരിക്കും? RC അല്ലേ? അപ്പോൾ കൂടുതൽ, അപ്പോൾ മാഗ്നറ്റൈസേഷൻ ആയിരിക്കും. ലീഡിങ് അല്ലേ? മാഗ്നറ്റൈസേഷൻ. ഓക്കെ, നമ്മൾ ലാഗിങ്ങിലാകുമ്പോഴാണ് എന്ത് ചെയ്യുക? ഡീമാഗ്നറ്റൈസേഷൻ വരിക. നമ്മൾ ലീഡിങ് ആകുമ്പോഴെന്താ വരിക? മാഗ്നറ്റൈസേഷനാണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഓവറോൾ ഒരു ഔട്ട്ലൈൻ നമ്മൾ നോക്കി. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതൊക്കെ കുറച്ച് ടഫായിട്ട് പോകണം. നമ്മളൊരു ഇപ്പോൾ ഒരു കൺക്ലൂഷനിലേക്ക് പോകാം. കൺക്ലൂഷൻ മാത്രം പഠിച്ചാലും മതിയാവും. ഓക്കെ, ആ കൺക്ലൂഷൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതാം. ഓക്കെ, ഫസ്റ്റ് നമ്മളുടെ പവർ ഫാക്ടർ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ യൂണിറ്റി പവർ ഫാക്ടറാണുള്ളത്. പിന്നെ അടുത്തത് 0 പവർ ഫാക്ടർ ലാഗ്, ദെൻ 0 പവർ ഫാക്ടർ ലീഡ്, ദെൻ 0.8 ലാഗ്, ദെൻ 0.8 ലീഡ്. ഓക്കെ, ഈ ഒരു അറേഞ്ച്മെൻറ്റിലാണ് വരിക. നമ്മൾ ആദ്യത്തെ കേസ് പറയുമ്പോൾ നമ്മൾ ഏതാണ്? ഓൾട്ടർനേറ്ററാണ് നമ്മളിപ്പം പഠിച്ചത്. ശരിയല്ലേ? ഓൾട്ടർനേറ്റർ. അപ്പം യൂണിറ്റി പവർ ഫാക്ടറിൽ എന്തായിരുന്നു നമ്മളുടെ കണ്ടീഷൻ? യൂണിറ്റി പവർ ഫാക്ടറിൽ നമ്മളുടെ മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വിൽ ബി പ്യുവർലി ക്രോസ് മാഗ്നറ്റൈസേഷൻ ആണ്. ശരിയാണല്ലോ? പ്യുവർലി ക്രോസ് മാഗ്നറ്റൈസേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ZPF ലാഗിൽ എന്തായിരുന്നു? ഇറ്റ് വിൽ ബി പ്യുവർലി ഡീമാഗ്നറ്റൈസേഷൻ ആയിരുന്നു. ഓർക്കുന്നില്ലേ? ഡീമാഗ്നറ്റൈസേഷൻ. ഓക്കെ, ഇനി ലീഡിൽ എന്തായിരുന്നു? ഇറ്റ് വിൽ ബി പ്യുവർലി മാഗ്നറ്റൈസേഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ 0.8 ലാഗിൽ എന്താ വരുന്നത്? ഇറ്റ് വിൽ ബി പാർഷ്യലി നമ്മൾ എന്തായിരുന്നു? പാർഷ്യലി ഡീമാഗ്നറ്റൈസേഷനും പ്ലസ് പാർഷ്യലി എന്താണ്? ക്രോസ് മാഗ്നറ്റൈസേഷൻ ആണ്. ഇനി ലീഡിൽ എന്താ വരിക? പാർഷ്യലി ഇറ്റ് വിൽ ബി പാർഷ്യലി മാഗ്നറ്റൈസേഷൻ പ്ലസ് പാർഷ്യലി എന്താ വരിക? ക്രോസ് മാഗ്നറ്റൈസേഷൻ ആണ് വരിക.
ക്ലിയർ? ഇത് ഏതിൻ്റെ കേസിലാണ്? നിങ്ങളോട് ക്വസ്റ്റ്യൻ ഓൾട്ടർനേറ്ററിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങളിത് പഠിക്കേണ്ടത്. ഇനി ഇതിന് പകരം നിങ്ങളടുത്ത് ക്വസ്റ്റ്യനിൽ സിങ്ക്രണസ് മോട്ടർ ആണ് ചോദിച്ചതെങ്കിൽ, സിങ്ക്രണസ് മോട്ടർ ആണ് ചോദിക്കുന്നതെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഈ യു പി എഫിലൊന്നും മാറ്റം വരുന്നില്ല. യു പി എഫ് ഒക്കെ സെയിം തന്നെയായിരിക്കും. എന്തായിരിക്കും ഇവിടെ പ്യുവർലി എന്ത് തന്നെയാണ്? ഇത് ക്രോസ് മാഗ്നറ്റൈസേഷൻ തന്നെയാണ്. അടുത്ത സെറ്റ് പി എഫ് ലാഗിലോ, സെറ്റ് പി എഫ് ലാഗിൽ ഇറ്റ് വിൽ ബി പ്യുവർലി ഇവിടെയാണ് മാറ്റം വരിക. ഇവിടെ നമ്മൾ ലാഗിൽ എന്തായിരുന്നു അത് നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ പ്യുവർലി ഡീമാഗ്നറ്റൈസേഷൻ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി പ്യുവർലി മാഗ്നറ്റൈസേഷൻ ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ പ്യുവർലി മാഗ്നറ്റൈസേഷൻ ആകുമ്പോൾ ഇവിടെ എന്ത് വരും? ഇറ്റ് വിൽ ബി പ്യുവർലി ഡീമാഗ്നറ്റൈസേഷൻ വരും. ഓക്കെ, ഇനി ഇവിടെ ഇതുപോലെ പ്യുവർലി ഡീമാഗ്നറ്റൈസേഷൻ വരുന്ന സ്ഥലത്ത് എന്ത് വരും? ഇറ്റ് വിൽ ബി പ്യുവർലി മാഗ്നറ്റൈസേഷൻ പ്ലസ് പ്യുവർലി അല്ല സോറി പാർഷ്യലി മാഗ്നറ്റൈസേഷൻ പ്ലസ് പാർഷ്യലി ആര് വരും? ക്രോസ് മാഗ്നറ്റൈസേഷൻ വരും. ഓക്കെ, ഇവിടെ അതുപോലെ ഈ മാഗ്നറ്റൈസേഷന് പകരം ഇവിടെ ആര് വരും? ഇറ്റ് വിൽ ബി പാർഷ്യലി മാഗ്നറ്റൈസേഷൻ ഉള്ള സ്ഥലത്ത് എന്ത് ചെയ്യുക? ഡീമാഗ്നറ്റൈസേഷൻ ആക്കുക. പാർഷ്യലി ഡീമാഗ്നറ്റൈസേഷൻ പ്ലസ് പാർഷ്യലി ആര്? ക്രോസ് മാഗ്നറ്റൈസേഷൻ. ക്ലിയർ? ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. അപ്പോൾ ഒന്നും ആലോചിക്കാനില്ല, ഒരെണ്ണം പഠിക്കുക, അതിന് നേരെ ഓപ്പോസിറ്റാന്ന് ഓർക്കുക. ഓൾട്ടർനേറ്റർ വൃത്തിക്ക് പഠിക്കുക. നമ്മൾ യു പി എഫിലുള്ള കാര്യം അറിയുക, എല്ലാ സംഭവങ്ങളും അറിയുക, എന്നിട്ട് നേരെ സിങ്ക്രണസ് മോട്ടറിലേക്ക് പോവുക, അത് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പം ഈ കാര്യം വൃത്തിക്ക് നോക്കി വയ്ക്കുക. ഇത് ക്രോസ് മാഗ്നറ്റൈസേഷനിൽ മാറ്റങ്ങളൊന്നുമില്ല. ഡീമാഗ്നറ്റൈസേഷനുള്ള സ്ഥലത്ത് എന്താവും? മാഗ്നറ്റൈസേഷൻ ആവും. മാഗ്നറ്റൈസേഷൻ ഉള്ള സ്ഥലത്ത് എന്താവും? ഡീമാഗ്നറ്റൈസേഷൻ ആവും. ക്രോസ് മാഗ്നറ്റൈസേഷൻ ഇവിടെയാണ് തന്നെ. ഡീമാഗ്നറ്റൈസേഷൻ ഉള്ള സ്ഥലത്ത് മാഗ്നറ്റൈസേഷൻ ആവും. മാഗ്നറ്റൈസേഷൻ ഉള്ള സ്ഥലത്ത് എന്താവും? ഡീമാഗ്നറ്റൈസേഷൻ ആവും. അത്രയേ ഉള്ളൂ നമ്മളുടെ കൺസെപ്റ്റ്. ക്ലിയർ? അപ്പോൾ അതാണ് നമ്മൾ ആർമേച്ചർ റിയാക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളന്ന് നമ്മളുടെ സ്ലോട്ടുകളും കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചു അല്ല, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ വൈൻഡിങ് മുതലായ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ട് ചെറിയൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ആക്ച്വലി ഒരു ലെങ്തി പ്രോബ്ലമാണ്, പക്ഷേ ഇതിനുള്ള എല്ലാ കൺസെപ്റ്റും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പ്രോബ്ലം ഇതാണ്. കാൽക്കുലേറ്റ് ആർ എം എസ് വാല്യൂ. ആർ എം എസ് വാല്യൂ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. എത്ര പോൾസ് ആണ്? 10 പോൾസ് ആണ്. 2 സ്ലോട്ട്സ് പെർ വൈൻഡിങ് ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എഴുതി വയ്ക്കുക ആദ്യം P10 3 ഫേസ് ആണ്. പോൾസ് 10, ഫ്രീക്വൻസി തന്നിട്ടുണ്ട് എത്ര? 50 ഹെഡ്സ്. പിന്നെ ഇതാരാ? 2 സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ്. ഈ സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസിലാണ് നമ്മൾ എം എന്നും പറഞ്ഞ് വിളിച്ചത്, ശരിയല്ലേ? അപ്പോൾ M = 2. പിന്നെ തന്നിട്ടുണ്ട് കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട് എന്ന് തന്നിട്ടുണ്ട്, അതും എഴുതി വയ്ക്കുക. ഒരു സ്ലോട്ട് ഉള്ള കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട് എത്രയാണ്? 2 അല്ലല്ലോ, എത്രയാണോ? 4 അല്ലേ? എത്ര ലെയർ വൈൻഡിങ്? 2 ലെയർ വൈൻഡിങ്. കോയിൽ സ്പാൻ 150 ഡിഗ്രി. ഫ്ലക്സ് പെർ പോളും തന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞത് ആർ എം എസ് വാല്യൂ ആണല്ലേ. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഫോർമുല എന്താ? ഇ ഫേസ് ഈക്വൽ ടു എന്താണ്? 4.44 kp kd 5f ഇൻറ്റു ടി ഫേസ് ആണ് നമ്മുടെ കയ്യിലുള്ള ഫോർമുല. അപ്പം ഇതിലുള്ള ഓരോ ടേമുകൾ കണ്ടുപിടിക്കണം അല്ലേ? ആദ്യം തന്നെ നമ്മൾ ഫൈവ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതാ ഇവിടെ 5 തന്നിട്ടുണ്ട്, എഫ് തന്നിട്ടുണ്ട്. നമ്മൾ ഈ 3 ടെർമിനോളജികളാണ് കാണേണ്ടത്. അതൊക്കെ കെ പി കാണണം, കെ ഡി കാണണം, അതുപോലെ തന്നെ ആരെയും കാണണം? ടി ഫേസിനെയും കാണണം. നമ്മൾ ആദ്യം ടി ഫേസ് കാണാനുള്ള തന്ത്രങ്ങൾ നോക്കാം. അപ്പോൾ ടി ഫേസ് കാണുന്നതിന് മുന്നേ തന്നെ നമ്മൾക്ക് ഒരു ടെർമിനോളജി തന്നിട്ടുണ്ട്. അതാണ് M2 എന്ന് തന്നിട്ടുണ്ട്, ശരിയല്ലേ? എം എന്ന് പറഞ്ഞാൽ ആരാണ്? സ്ലോട്ട് പെർ പോള് പെർ ഫേസ്, ഇതാണ് 2, ശരിയാണല്ലോ? ഇത് പ്രകാരം നമ്മൾ നമ്പർ ഓഫ് സ്ലോട്ട്സ് മാത്രം കാണുവാണെങ്കിൽ എന്താ വരിക? നമ്പർ ഓഫ് സ്ലോട്ട്സ് എന്ന് പറഞ്ഞാൽ ഇത് ഡിവിഷൻ അല്ല, ഇത് മൊത്തം ഡിവിഷൻ അല്ല. നമ്പർ ഓഫ് സ്ലോട്ട്സ് പെർ പോൾ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് അടിയിലാണ് വരിക, പെർ ഫേസ് എന്ന് പറഞ്ഞാൽ പിന്നെ അടിയിൽ വരിക. അപ്പോൾ നമ്പർ ഓഫ് സ്ലോട്ട്സ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ വിൽ ബി 2 ഇൻറ്റു പോൾ ഇൻറ്റു ഫേസ്,
ശരിയല്ലേ? കാരണം ഇവിടെയുള്ള ഈ അടിയിലുള്ള ടേം മൊത്തം എടുത്ത് അങ്ങോട്ടേക്ക് ആക്കി. അപ്പോൾ 2 ഇൻറ്റു പോൾ ഇൻറ്റു ഫേസ്. അപ്പോൾ എത്ര കിട്ടും? 2 ഇൻറ്റു നമ്പർ ഓഫ് പോൾസ് എത്രയാണ്? 10 ഇൻറ്റു ഫേസ് എത്രയാണ്? 3. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 60 കിട്ടി. 60 സ്ലോട്ടാണ് ഉള്ളത്. ഇനി നമ്മൾ കണ്ടുപിടിക്കുക നമ്പർ ഓഫ് കണ്ടക്ടറുകളാണ്. നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് നമുക്ക് എങ്ങനെ കിട്ടും? നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലോട്ടിൽ, ഇതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട് 4. അപ്പം ഒരു സ്ലോട്ടിൽ എത്ര കണ്ടക്ടർ? 4 കണ്ടക്ടർ. ഓക്കെ, അത് ഇങ്ങനെ എഴുതുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഓർത്ത് വെച്ചോ. കണ്ടക്ടേഴ്സ് ഡിവൈഡഡ് ബൈ സ്ലോട്ട് എന്നാണ് എഴുതുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 4 ഇൻറ്റു നമ്പർ ഓഫ് സ്ലോട്ട്സ്. അപ്പോൾ 4 ഇൻറ്റു നമ്പർ ഓഫ് സ്ലോട്ട്സ് എത്ര? 60. അപ്പോൾ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് എത്ര കിട്ടി? 240. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിൽ നമ്മൾ എത്ര കണ്ടക്ടേഴ്സ് ഉണ്ട്? 240 കണ്ടക്ടറുകൾ കിട്ടി അല്ലേ? അപ്പം നമുക്ക് കണ്ടക്ടറുകൾ കിട്ടി, അതായത് Z കിട്ടി. ക്ലിയർ? നമ്മൾ Z കിട്ടിയ സമയത്ത് നമുക്ക് T കിട്ടണം, നമ്പർ ഓഫ് ടേൺസ് കിട്ടണം. നമ്പർ ഓഫ് ടേൺസ് നമുക്കറിയാം Z/2 ആണ് അല്ലേ? അപ്പോൾ 240/2 120 ആണ് നമ്മളുടെ എന്ത്? നമ്പർ ഓഫ് ടേൺസ്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഈക്വൽ ടു 120. ഇനി ടേൺസ് പെർ ഫേസ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ള നോക്കിയത്. അപ്പോൾ T ഫേസ്. അപ്പോൾ പെർ ഫേസ് എന്ന് പറയുമ്പോൾ എത്ര ഫേസ് ആണല്ലേ? 3 ഫേസ് അല്ലേ? 3 ഫേസ് അല്ലേ? അപ്പോൾ 120 ഡിവൈഡ് ബൈ 3 40. അങ്ങനെ നമുക്ക് അൾട്ടിമേറ്റ്ലി ആരെ കിട്ടി? T ഫേസിനെ കിട്ടി. അതെത്രയാണ്? ഇറ്റ് ഈസ് 40. ഓക്കെ, അപ്പം ഇതിലെ ഒരു ടെർമിനോളജിനെ കിട്ടി, അതാണ് നമ്മളുടെ എന്ത്? 40 എന്ന വാല്യൂ കിട്ടി. ഇനി KP യും KD ആണ് കാണേണ്ടത്. KP യും KD യും കാണാൻ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ KP KD കാണണമെങ്കിൽ നമ്മൾ ആദ്യം KD കാണണമെങ്കിൽ നമ്മൾക്കറിയാം എന്താണ് അതിൻ്റെ ഇക്വേഷൻ? സൈൻ M γ/2 ഡിവൈഡ് ബൈ M സൈൻ γ/2. ഗാമ എന്ന ബീറ്റ എന്നൊക്കെ ഉണ്ടാവും, എല്ലാം കണക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഗാമയായാലും ബീറ്റ ആയാലും എല്ലാത്തിൻ്റെയും സാധനം എന്താണ്? സ്ലോട്ട് ആംഗിൾ ആണ്. സ്ലോട്ട് ആംഗിൾ ആണ് ഗാമ. അതെന്തായിരുന്നു? 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ S/P. ഓർക്കുന്നില്ലേ? നമ്പർ ഓഫ് സ്ലോട്ട്സ് പെർ പൂൾ. അപ്പോൾ 180 ഡിഗ്രി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സ്ലോട്ട്സ് എത്രയാണ്? നമ്പർ ഓഫ് സ്ലോട്ട്സ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത്രയാണ്? 60 ആണ്. ഇതാ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് സ്ലോട്ട്സ് 60. പോൾസ് എത്രയാണ്? പോൾസ് 10 ആണ് അല്ലേ? അപ്പോൾ 60 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ എത്ര കിട്ടി? 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ 6. ആൻസർ വിൽ ബി 30 ഡിഗ്രി. അപ്പോൾ സ്ലോട്ട് ആംഗിൾ ആണ് എത്ര? 30 ഡിഗ്രി. അങ്ങനെ ഗാമയും കിട്ടി, എല്ലാ സാധനവും കിട്ടി. മനസ്സിലായി? ഇപ്പം ഈ കണ്ടുപിടിക്കുന്ന ഈ സാധനങ്ങൾ കണ്ടുപിടിക്കാനാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ഒരു തരത്തിലാണ് നമ്മൾ ഇതിൻ്റെ വാല്യൂസ് ഒക്കെ കണ്ടു. പിന്നെ എല്ലാം സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, അത് നമുക്ക് സിമ്പിളായി ചെയ്യാം. അപ്പോൾ എഴുതുമ്പോൾ എന്തൊരു? സൈൻ 2 ഇൻറ്റു 30/2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ 30/2. സൈൻ 15ൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി കിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് ആൻസർ പഠിച്ചു വെച്ചാൽ മതി. 0.966. ഓക്കെ, ഈ വാല്യൂ കണ്ടുപിടിക്കലല്ല, ഞാൻ ഈ പ്രോബ്ലം ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് പ്രോബ്ലം ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി ഇതിനെ. ഓക്കെ, വാല്യൂസൊക്കെ അവിടെ നിൽക്കട്ടെ. ഈക്വേഷൻ വരുന്നത് ഇത് എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇങ്ങനെ കിട്ടുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ KP യും കിട്ടി, KD യും കിട്ടി. ഇനി KP പിച്ച് ഫാക്ടർ എന്ന് പറഞ്ഞതാണ് cos α/2 അല്ലേ? അപ്പോൾ ആൽഫ ഡയറക്റ്റ്, ആൽഫ എന്ന് പറഞ്ഞാൽ ശരിക്കും ആരാ? നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഷോർട്ട് പിച്ച് ആംഗിൾ അല്ലേ അത്? എത്ര ആംഗിളിനെ അത് വ്യത്യാസപ്പെടുന്നു, അല്ലെങ്കിൽ അതിന് നമ്മൾ ഷോർട്ട് പിച്ച് ആംഗിൾ എന്നാണ് വിളിക്കുക, ആൽഫ അല്ലേ? അപ്പോൾ സാധാരണഗതിയിൽ ആൽഫ ശരിക്കും തരും. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് ആരെയാണ്? ഷോർട്ട് പിച്ച് ആംഗിൾ എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ടെങ്കിൽ അതാണ് ആൽഫ എടുക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് കോയിൽ സ്പാൻ ആണ് തന്നിരിക്കുന്നത് 150. അപ്പോൾ കോയിലിൻ്റെ സ്പാൻ ആണ് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 150 ഡിഗ്രി. ശരിക്കുള്ള കോയിൽ സ്പാൻ എത്രയാണ്? മൊത്തം കോയിൽ സ്പാൻ, നമ്മൾ കോയിൽ സ്പാൻ ഈക്വൽ ടു പോൾ പിച്ച് എന്ന് പറഞ്ഞാൽ ഫുൾ പിച്ച് വൈൻഡിങ് പഠിച്ചിട്ടില്ലേ? ഷോർട്ട് പിച്ച് എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചിരിക്കുന്നത്? നമ്മളുടെ കോയിൽ സ്പാൻ ഈസ് ലെസ് ദാൻ പോൾ പിച്ച്. ശരിയല്ലേ? പോൾ പിച്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 150 ഡിഗ്രി ഇലക്ട്രിക്കലായിരിക്കും എന്ന് പഠിച്ചല്ലോ. പക്ഷെ ഇവിടെ കോയിൽ സ്പാൻ തന്നിട്ടുണ്ട് എത്രയാണ്? 150 ഡിഗ്രിയേ ഉള്ളൂ. ശരിയല്ലേ? അപ്പോൾ 150 ഡിഗ്രി ലെസ് ദാൻ 150, അതൊക്കെ കറക്റ്റാണ്. ഇപ്പോൾ കോയിൽ സ്പാൻ എന്ന് പറഞ്ഞത് ഇവിടെ 150-നെക്കാട്ടും കുറവാണ്. എത്രയാണ് ഇവിടെ കോയിൽ സ്പാൻ തന്നിരിക്കുന്നത്? അതായത് ഇതാണ് ഒരു ഫുൾ പിച്ചെങ്കിൽ, പോൾ പിച്ച് ആണെങ്കിൽ ഇത്രയാണ് 150 ഡിഗ്രി അല്ലേ? ഈ മൊത്തം പോൾ പിച്ച് എത്രയാണ്? 150 ഡിഗ്രി നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ആംഗിളാണ് നമ്മുടെ ഷോർട്ട് പിച്ച് ആംഗിൾ എന്ന് പറയുന്നത്. ഈ ഷോർട്ട് പിച്ച് ആംഗിൾ എത്രയായിരിക്കും? 150 മൈനസ് 150. സോ ഇറ്റ് വിൽ ബി 30 ഡിഗ്രീസ്. ക്ലിയർ? അപ്പോൾ ഷോർട്ട് പിച്ച് ആംഗിൾ വിൽ ബി 180 മൈനസ് 150. സോ ആൻസർ വിൽ ബി 30 ഡിഗ്രീസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഷോർട്ട് പിച്ച് ആംഗിൾ കാണുന്നത് എന്ന് മനസ്സിലാക്കുക.
ഓക്കെ അല്ലേ? ഇനി നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി cos 30/2. cos 15 ആണ്, അത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു പ്രാക്ടീസ് പ്രോബ്ലം ആണ്, ജസ്റ്റ് അങ്ങനെ കൺസെപ്റ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ ആംഗിൾ എത്രയാണ്, പോയിന്റ് എത്രയാണ്, 0.966 ആണ്. ക്ലിയർ? അപ്പോൾ എല്ലാ ക്വാണ്ടിറ്റീസുമായി നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ഫേസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4.44 kp kd phi f into t phase. Clear? So it will be 4.44 into 0.966 into 0.966 into phi എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0.12 into 50 into f50 into t phase ആണ് 40. യുവർ ആൻസർ വിൽ ബി ചെയ്ത് നോക്കിയാൽ കിട്ടും 994.37. ഇത് ഈ ഫേസ് ആണ്. നമ്മളിപ്പോൾ ലൈൻ കറണ്ട് ആണ്, ലൈൻ കറണ്ട് അല്ല, നമ്മൾ RMS വാല്യൂ എന്ന് വെച്ചാൽ നമ്മൾ ഈ എല്ലാണ് ശരിക്ക് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഈ എൽ എന്ന് പറഞ്ഞാൽ √3 ഈ ഫേസ് ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി 1722.3 വോൾട്ട്. ക്ലിയർ? ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ പ്രോബ്ലത്തെ നമ്മൾ എന്ത് ചെയ്യാൻ, അപ്രോച്ച് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ ഒരു പ്രോബ്ലം കൂടി നമ്മളിതൊന്ന് മനസ്സിരുത്തി ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾക്കൊന്ന് ചെയ്യാം. 3 ഫേസ് സ്റ്റാർ കണക്ട് സിംഗിൾ ജനറേറ്റർ റൺ റേറ്റ് 750 RPM. ഓക്കെ, അപ്പോൾ അത് N തന്നിട്ടുണ്ട്, ഇത് F തന്നിട്ടുണ്ട്, വോൾട്ടേജും ഉണ്ട്, 2 സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ്. സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ് എന്ന് ഉടനടി മനസ്സിലാക്കി M2 ആണ്. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുണ്ട് ഓരോ കോയിലിലും 4 ടേൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു കോയിൽ എന്ന് പറഞ്ഞാൽ എത്ര ടേൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, 4 ടേൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ആദ്യം ഈ കോയിലിൻ്റെ കൺസെപ്റ്റ് നമുക്ക് നോക്കണം അല്ലേ? അപ്പോൾ ആദ്യം N തന്നിട്ടുണ്ട്, F നമുക്ക് നമ്പർ ഓഫ് പോൾസ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ആദ്യം നമ്പർ ഓഫ് പോൾസ് കാണാം. അപ്പോൾ അത്ര കിട്ടും 120 F/P. അപ്പോൾ P എന്ന് പറഞ്ഞാൽ 120 into F divided by 750. You will be getting 8 poles. Now M equal to 2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ് ആണ് 2 അല്ലേ? അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് സ്ലോട്ട്സ് ആണ് കാണേണ്ടത്. അപ്പോൾ ഇറ്റ് വിൽ ബി 2 into പോൾ ഇൻറ്റു ഫേസ്. അപ്പോൾ ഇറ്റ് വിൽ ബി 2 into പോൾ എത്ര കിട്ടി, നമുക്ക് 8 കിട്ടി. ഫേസ് എത്രയാണ്, 3 ഫേസ് അല്ലേ? അപ്പോൾ എത്ര കിട്ടി, 16 into 3 48 സ്ലോട്ട് ഉണ്ട്. ശരിയല്ലേ? സ്ലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്ലോട്ട് ആംഗിൾ കണ്ടുപിടിക്കാം. സ്ലോട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗാമ ഈക്വൽ ടു 180 degree divided by S/P. അപ്പോൾ ഈക്വൽ ടു 180 degree divided by എസ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് സ്ലോട്ട്സ് എത്രയാണ്, 48 divided by പോള് 8. അപ്പോൾ 180 divided by 6. യുവർ ആൻസർ വിൽ ബി 30 ഡിഗ്രി. സ്ലോട്ട് ആംഗിളും കിട്ടി അല്ലേ? നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താ വെച്ചാൽ യൂസ്ഫുൾ ഫ്ലക്സ് ഫൈ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? നമ്മൾ ഓൾറെഡി നമ്മൾ സ്ലോട്ട് ആംഗിളും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പം ആദ്യം KD കണ്ടുപിടിക്കുക. അപ്പോൾ സൈൻ M γ/2 divided by M sin γ/2. സോ ആൻസർ വിൽ ബി സൈൻ ഇൻറ്റു 2 ഇൻറ്റു ഗാമ എന്ന് പറഞ്ഞാൽ 30 അല്ലേ? 30 ഡിവൈഡഡ് ബൈ 2 അല്ലേ? അപ്പോൾ സൈൻ 2 into 30 divided by 2 divided by 2 into sin 30/2. ഇത് നമ്മൾ നേരത്തെ അതേ സാധനം തന്നെയല്ലേ? അപ്പോൾ 0.966 തന്നെ വരിക. ഓക്കെ, നമുക്ക് T ഫേസ് ആണ് കാണേണ്ടത്. T ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ, T/3 ആണ്. ശരിയല്ലേ? T/3 എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മൾ നമ്പർ ഓഫ് സ്ലോട്ട്സ് ഉണ്ട്. നമ്പർ ഓഫ് സ്ലോട്ട്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 48 ആണ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് സ്ലോട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ ഓഫ് സ്ലോട്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് കിട്ടും. ശരിയല്ല? അതായത് ഒരു കോയിലിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ T ഫേസ് T/3 എന്നാണല്ലോ എഴുതുക. അപ്പോൾ നമ്മളുടെ ഒരു കോയിലിൽ എത്ര ടേൺ എന്നും പറഞ്ഞ് തന്നിട്ടുണ്ട്, 4 ടേൺ എന്നും പറഞ്ഞ് തന്നിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ 4 ടേൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ടക്ടറുകളാണ് നമ്മളുടെ, അല്ലെങ്കിൽ നമ്മുടെ സ്ലോട്ടുകളാണ് നമ്മൾ 48. അതായത് നമ്മൾ കണ്ടക്ടേഴ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്. ഇവിടെ എക്സ്ട്രാ ഒരു സ്ലോട്ടിൽ ഇത്ര കണ്ടക്ടർ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്പർ ഓഫ് സ്ലോട്ട് തന്നെയാണ് നമ്മളുടെ എന്ത്, നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്. ക്ലിയർ? നേരത്തെ നമ്പർ ഒരു സ്ലോട്ടിൽ 4 കണ്ടക്ടർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പിന്നെയും ഇൻറ്റു 4 ചെയ്തത്. ഇവിടെ നമ്പർ ഓഫ് സ്ലോട്ട്സ് മാത്രമേ ഉള്ളൂ, കണ്ടക്ടേഴ്സിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതുകൊണ്ട് നമ്പർ ഓഫ് സ്ലോട്ട്സിനാണ് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്. അപ്പോൾ 48 തന്നെയാണ് നമ്മളുടെ എന്ത്, Z. ക്ലിയർ? അപ്പോൾ നമുക്ക് T കാണാൻ എന്ത് ചെയ്യണം, Z/2. അപ്പോൾ എത്ര വരും, 48/2. ശരിയാണല്ലോ? അപ്പോൾ ഇതിവിടെ എഴുതാം, Tക്ക് വരെ എന്ത് ചെയ്താൽ 48/2 ഇൻറ്റു ഡിനോമിനേറ്ററിലുള്ള 3 എടുത്ത് എഴുതാം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വെച്ചാൽ ഒരു കോയിലിൽ എത്ര ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ട്,
ഒരു കോയിലിൽ 4 ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത് ഒരു ടേണിൻ്റെ കാര്യമല്ലേ, അപ്പോൾ എത്ര ടേൺ എന്ന് പറഞ്ഞാൽ 4 ടേൺ, അതുകൊണ്ട് ഇൻറ്റു 4 കൂടി ചെയ്യാം. ഓക്കെ, അത് കിട്ടുന്ന ആൻസറാണ് 32. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ കിട്ടും. ഇറ്റ് വിൽ ബി 32. ക്ലിയർ? അപ്പോൾ നമുക്കങ്ങനെ ടി ഫേസും കിട്ടി. ഇനി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇ ഫേസ് ഈക്വൽ ടു 4.445F ടി ഫേസ് ഇൻറ്റു കെ പി ഇൻറ്റു കെ ഡി എന്ന് കാണാം. അപ്പോൾ ഇത് പ്രകാരം നമ്മൾ ഇ ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എത്രയാണ് 440/√3 ഈക്വൽ ടു ലൈൻ വോൾട്ടേജിലേക്ക് മാറ്റി. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫേസ് വോൾട്ടേജിലേക്കാണല്ലോ കാണേണ്ടത്. അപ്പോൾ ലൈൻ വോൾട്ടേജ് ആണ് തന്നിരിക്കുന്നത് 440. ഈ 440 ലൈൻ ടു ലൈൻ വോൾട്ടേജ് എന്ന് കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. നിങ്ങൾ നോക്കൂ, ലൈൻ ടു ലൈൻ വോൾട്ടേജ് ആണ് 440. അപ്പോൾ ഫേസിലേക്ക് മാറ്റാൻ /√3 ചെയ്യാം. അതാണ് 440/√3 ചെയ്ത്. അപ്പം അത് ഈക്വൽ ടു 4.445 തന്നിട്ടില്ല. 550 ഇൻറ്റു 0.965 ഇൻറ്റു കെ പി. കെ പി എന്ന് പറയുന്നത് നമ്മൾക്ക് എത്രയാണ്, നമുക്ക് കെ പി കണ്ടുപിടിക്കണം. അവിടെ വേണ്ട, അതിൻ്റെ കാരണം എന്താ, ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്താണ്, ഫുൾ പിച്ച് കോയിൽ എന്ന് തന്നിട്ടുണ്ട്. ഫുൾ പിച്ച് കോയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കെ പി എത്രയാണ്, 1 അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കെ പിക്ക് വരെ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനില്ല. കെ പിക്ക് വരെ 1 തന്നെ. കെ ഡിൻ്റെ വാല്യൂ 0.966 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ടി ഫേസ് അല്ലേ, ടി ഫേസ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയത് നമുക്ക് 32 അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് 5 കണ്ടുപിടിക്കുക. 5 ആണ് നിങ്ങൾക്ക് കിട്ടേണ്ട ഫ്ലക്സ്. നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കുക, മില്ലി വെബർ. ഓക്കെ, ഇത്ര വലിയ പ്രോബ്ലം ചോദിക്കില്ല. ഞാൻ പറഞ്ഞത് പ്രാക്ടീസ് പ്രോബ്ലത്തിന് വേണ്ടി നമ്മളെ ഫോമുലാസൊക്കെ ഒന്ന് റെഡി ആവാൻ വേണ്ടി തന്നതാണ്. അങ്ങനെ നമുക്ക് ഫ്ലക്സും കിട്ടും. എത്ര, 37 മില്ലി വെബർ എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്ത് കാണാനായിരുന്നു, ഫ്ലക്സ് കാണാനാണ്. അപ്പോൾ എന്താണ് ആൻസർ, ഇതാ 36.9 മില്ലി വെബറാണ് നമ്മുടെ ആൻസർ. ക്ലിയർ? അപ്പം ഇത്ര വലിയ പ്രോബ്ലങ്ങൾ ചോദിക്കില്ലെങ്കിലും ഇതുപോലത്തെ പ്രോബ്ലങ്ങൾ ചോദിക്കുന്നതിൽ പ്രശ്നമൊന്നും വരുന്നില്ല. ഇതുപോലത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസും നമുക്ക് ക്വസ്റ്റ്യനിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിത് പറയാനുള്ളത്. ഇന്നത്തെ കേസിൽ പറയാനുള്ളത്. നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ട് പുതിയ ക്ലാസ്സിൽ നമ്മൾ എന്തായാലും കാണും. അപ്പോൾ ആർമേച്ചർ റിയാക്ഷൻ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. ഓക്കെ, അപ്പം നമ്മളൊന്ന് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.